കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നും പറയുന്ന പോലെ ഇന്നും പറയുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളിന്ന് ചെറിയൊരു കുക്കിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ എടുത്തരാൻ ആരുമില്ല, ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ള. അപ്പോൾ നമ്മളിന്ന് കോവക്കാത്തോരൻ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സാമ്പാർ കഷ്ണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. ഇത് സാമ്പാർ വെച്ച് ആരും കഴിക്കില്ല, അതുകൊണ്ട് ആ വെണ്ടയ്ക്കയും കൂടെ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാനൊന്ന് തോരൻ വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കതെല്ലാം അരിഞ്ഞെടുക്കാം. ഞാനിത് കഴുകിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണുന്നില്ല അല്ലേ? എന്താ, കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞെടുക്കാം. കാണുന്നില്ല, കൈറിയിട്ട് നമുക്കിത് ഇപ്പുറത്തെ വിരലും മുറിഞ്ഞിട്ടുണ്ട്, ഈ കൈ മുറിഞ്ഞിട്ടുണ്ട്. രാവിലെ എങ്ങനെയോ മുറിഞ്ഞു. അപ്പം നമുക്കിത് അരിഞ്ഞെടുക്കാം. ഞാൻ കോവക്ക റൗണ്ടായിട്ട് അരിയുന്നത് അല്ല, ഞാൻ നീളത്തിലരിയും. അപ്പോൾ നമുക്കത് ഇങ്ങനെ അരിഞ്ഞെടുക്കാം, നൈസായി അരിഞ്ഞെടുക്കാം. മക്കളെല്ലാം സ്കൂളിൽ പോയി, അച്ഛനും അടിയുണ്ട്, ഏട്ടനും അമ്മയും പണിക്ക് പോയി. അച്ഛനെന്തെങ്കിലും പറയാനുണ്ട് അച്ഛാ? വീഡിയോയിൽ ഒന്നും പറയാനില്ലേ? മീനൂട്ടി ഉണ്ട് അച്ഛാ? കണ്ടേ ഇല്ലല്ലോ. നമ്മൾ അരിന്ന് കാണുന്നുണ്ടെന്ന് തോന്നില്ല. വെണ്ടക്ക വാടി അവശതയായി, പറഞ്ഞിട്ട് വരില്ല. എന്നാലും അത് കളയണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ആടില്ല. അങ്ങനെ തീർന്നോളൂ ഇതിൻ്റെ കൂടെ. എല്ലാവർക്കും എന്തെങ്കിലും വിശേഷം? എല്ലാവരും നാട്ടിലും മഴയുണ്ടാവും. നമ്മളെ നാട്ടിലിപ്പോൾ കുറച്ചായിട്ട് മഴ കുറഞ്ഞിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് അല്ല, ഭയങ്കര മഴയായിരുന്നു. കുറവുണ്ട്. ചുമ്മാ നോക്കിയിട്ടേ. അച്ഛൻ എന്തിനാ കുടിവെള്ളത്തിൻ്റെ മൂടി തുറന്നിട്ടേ? പിന്നെന്തേ? ഞാനിപ്പോൾ വെച്ചതേ ഉള്ളൂ. നേരം കൂട്ടുകാരെ, നമുക്കിത് അരിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ കാണാൻ. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മളെ കോവക്ക അരിഞ്ഞ് തീരാനായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് തേങ്ങ എല്ലാം ചിരവണത്ര. ഇത് പഴുത്തുകൊണ്ടൊരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് പച്ച ഇഷ്ടം, നല്ല പിഞ്ച്. ഇത് കടയിൽ നിന്ന് മേടിച്ചതായതുകൊണ്ട് വീട്ടുവളപ്പിലുണ്ടാകുന്നതിലും നല്ലതാണ് പച്ചയോടെ പറിച്ച് അല്ലേ, ഫ്രഷ് തോരൻ വെക്കാം. അപ്പം നമ്മൾ കോവക്ക അരിഞ്ഞ് കഴിഞ്ഞു. നമുക്ക് അതിലേക്ക് അരക്കഷ്ണം സവോള ചേർത്ത് കൊടുക്കാം. മീനൂട്ടി മീനുവേ, മീനുമോളെ, മീനു, അമ്മ വിളിച്ചിട്ടെന്താ മിണ്ടാത്ത മീനു? മീനൂട്ടി അവിടെ ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ തേങ്ങ ചിരണ്ടുമ്പോൾ മീനൂട്ടി നല്ല സൗണ്ട് ആക്കിക്കൊണ്ട് വരുവേ. അല്ല മീനു? ഇതുവരെ ഉണ്ടാത്ത മീനൂട്ടി അന്നേരം ഒച്ചപ്പാടാക്കുവേ. നമുക്ക് നോക്കാവേ. മീൻ ഒച്ചപ്പാടാക്കുന്നേ. കയ്യേറി ഊരിപ്പോവും. മീനൂട്ടി ഒച്ചപ്പാടാക്കും. ഇപ്പോൾ കൂട്ടുകാരി ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അന്നേരം ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ചിരണ്ടിയെടുക്കാം. സ്റ്റാൻഡേർഡ് സുഖമില്ല, ചിരവെടുക്കട്ടെ. ചിരവി തേങ്ങ
ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റൂലേ. അപ്പോൾ പ്ലേറ്റ് എടുക്കട്ടെ. തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവെടുക്കട്ടെ. തേങ്ങ ഒന്ന് കാണാൻ പറ്റുമോ? മക്കളെൻ്റെ വൃത്തിക്ക് വീഡിയോ എടുത്തു തന്നാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യ തേങ്ങ അരിഞ്ഞിടാം. മുന്നോട്ടേ തേങ്ങ വേണോ? നമുക്ക് തേങ്ങ വേണോ? മീനോ തേങ്ങ വേണോ? പൊന്നിന് ഞേഞ്ഞ വേണോ? നമ്മുടെ പൊന്നിന് ഞേഞ്ഞ വേണോ? വേണോ? ഏട്ടനെടുത്തു. ഏട്ടനെ നിവേദേട്ടനും നിവേദേട്ടനും ഏട്ടനെടുത്തു. ആവശ്യത്തിനുള്ള തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ചിരവ കഴുകി വെക്കാം. ചിരവ കയ്യോടെ കഴുകി വെക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്താലോ തോരൻ വെക്കാൻ. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. അതിലേക്ക് നമുക്ക് ചീനച്ചട്ടി ഇട്ട് കൊടുക്കാം. ചീനച്ചട്ടി മെസ്സേജ് വരുന്നുണ്ട്, കാണുന്നില്ല. ചീനച്ചട്ടി. ഇനി കുറച്ച് കടുക്, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ അടിപ്പൊന്നെ ഇത് കഴിയുമ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ തീർന്നു. എണ്ണ മേടിക്കണം. മേടിച്ചുണ്ടല്ലേ കുട്ടിക്ക്? അല്ല, അവൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് കൂട്ടുമ്പോൾ നമ്മളെടുത്ത് സാധനം എടുത്തെടുത്ത് തന്നെ വെക്കുമെന്ന് പണി തീരും വേഗം. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ ഓടുന്നില്ല. അങ്ങനെ നമുക്ക് കറിവേപ്പില കഴുകി വെക്കാം. നമ്മൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മളെ അരിഞ്ഞു വെച്ച കോവയ്ക്കയും വെണ്ടയ്ക്കയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. നന്നായി ഇളക്കിയെടുക്കാം. ഇവിടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചേർക്കുന്നുണ്ടേ. കറക്റ്റായിരിക്കും. എനിക്ക് നല്ലോണം പോകണം. കുറച്ചുകൂടി ഇട്ടേക്കാം. ഇട്ടിട്ട് ലാസ്റ്റിൽ വെച്ചാ ഇതിൻ്റെ കട്ടയാവണം. അങ്ങനെ ആവും. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അച്ഛനെടുന്ന് പറയുന്നുണ്ട് രാത്രി ആർക്കും തിന്നാൻ പറ്റാത്ത രീതിയിലാക്കണം കേട്ടോ.
തേങ്ങയും കൂടെ വന്നോട്ടെ. അപ്പം നമുക്ക് ഇത് തേങ്ങ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. വീഡിയോയിൽ ശരിക്കും കാണുന്നുണ്ടോയെന്ന് അറിയില്ല. മക്കളെടുത്ത് തരുമ്പോൾ നല്ല ഇതായിരുന്നു. ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു സുഖമില്ല. നമുക്കിത് ഇളക്കി വേകാൻ വെക്കാം. തട്ടിക്കൂട്ടി വെക്കാം വേകാൻ വേണ്ടി. അപ്പം ഞാനിത് അടച്ച് വെക്കട്ടെ. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. തോരനൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും വെക്കാതെ എണ്ണക്കകത്ത് തന്നെ ആക്കുന്നത്. വെള്ളം ഒഴിച്ച് വേവിക്കാതെ എണ്ണയിൽ ഇണക്കി വെച്ചിരുന്നത്. നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ സ്വയം പറയാമെന്ന് വിചാരിക്കില്ലേ, വേറെ ആരും അഭിപ്രായം പറയാനില്ല. അന്നേരം ഞാൻ തന്നെ പറയണ്ടേ. അപ്പം നമ്മളെ കോവക്കാത്തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളെ കോവക്കാത്തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടോ? അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്താ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തോരനെല്ലാം ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയുന്ന തോരനാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നതല്ലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റൂ. പുറത്തൊന്നും പോയി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.